ശബരിമലയടക്കമുള്ള നിർണായക വിഷയങ്ങൾ ചർച്ചയാക്കിയിട്ടും പരമ്പരാഗത വോട്ടുകൾ ചോർന്നതായി ബി.ജെ.പി. വിലയിരുത്തൽ. വിജയപ്രതീക്ഷയുണ്ടായിരുന്ന തിരുവനന്തപുരത്തും പത്തനംതിട്ടയിലും ന്യൂനപക്ഷ ഏകീകരണം തിരിച്ചടിയാകുമെന്നും ബി.ജെ.പി. നേതൃത്വം വിലയിരുത്തുന്നു. കെ.ആർ. സാജു ഉണ്ട് വിവരങ്ങളുമായി. സാജു, ബി.ജെ.പി. അല്ലെങ്കിൽ എൻ.ഡി.എ ഏറ്റവും പ്രതീക്ഷ പുലർത്തിയ ഒരു തെരഞ്ഞെടുപ്പായിരുന്നു ഇത്തവണത്തേത്. 3 മുതൽ 5 വരെ സീറ്റുകൾ എന്നാണ് അവർ അവകാശപ്പെട്ടത്. അതിൽ തന്നെ തിരുവനന്തപുരം, പത്തനംതിട്ട മണ്ഡലങ്ങൾ ഏറ്റവും പ്രതീക്ഷ വെച്ച് പുലർത്തിയ 2 മണ്ഡലങ്ങളാണ്. ഇവിടെ ഏറ്റവും പ്രധാനമായും ഉയർത്തിയത് ശബരിമല വിഷയം തന്നെയായിരുന്നു. വിശ്വാസി സമൂഹത്തെ കൂട്ടുപിടിച്ചായിരുന്നു അവരുടെ പ്രചാരണങ്ങൾ എല്ലാം തന്നെയും. ഇത് തിരിച്ചടിയാകുന്നു എന്നുള്ള വിലയിരുത്തലാണോ ഉണ്ടാകുന്നത്? വിനീഷ്, 2 കാര്യങ്ങളിലാണ് ബി.ജെ.പി. സംസ്ഥാന നേതൃത്വം പ്രാഥമികമായ വിശകലനം നടത്തിയിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പത്തനംതിട്ടയും തിരുവനന്തപുരവുമായിരുന്നു അവർക്ക് ഏറ്റവും വിജയപ്രതീക്ഷയുണ്ടായിരുന്ന മണ്ഡലങ്ങൾ. ഇവിടങ്ങളിൽ ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണം നടന്നിരിക്കുന്നതായി അവർ കണക്കുകൂട്ടുന്നു. അത്തരത്തിൽ ഏകീകരണം നടക്കുകയും അതൊരൊറ്റ സ്ഥാനാർത്ഥിയിലേക്ക് തന്നെ പോവുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ വിജയം അസാധ്യമാണ് ഈ 2 മണ്ഡലങ്ങളിൽ എന്നുള്ളതാണ് പ്രാഥമികമായി ഇപ്പോൾ ബി.ജെ.പി. നേതൃത്വം എത്തിച്ചേർന്നിട്ടുള്ള വിശകലനങ്ങൾ. കാരണം ബി.ജെ.പി. ജയസാധ്യത ഉണ്ട് എന്ന നിലയിലേക്ക് പ്രചരണം മുന്നോട്ട് പോയപ്പോൾ തന്നെ മറുഭാഗത്ത് മുസ്ലിം ക്രിസ്ത്യൻ വോട്ടുകൾ ഏകീകരിക്കപ്പെടുന്നതിന് ഇടയാക്കി എന്നുള്ളതാണ് ബി.ജെ.പി. നേതൃത്വം എത്തിച്ചേർന്നിരിക്കുന്ന നിഗമനം. അത്തരത്തിൽ പൂർണ്ണമായും സംഘടിതമായി അതൊരു സ്ഥാനാർത്ഥിയിലേക്ക് തന്നെ ആ വോട്ടുകൾ പോയിട്ടുണ്ടെങ്കിൽ ഈ 2 മണ്ഡലവും വിജയവഴിയിലൂടെ കടന്നു പോകുക എന്നത് ദുഷ്കരമാണ് എന്നും തിരഞ്ഞെടുപ്പിന് ശേഷം ബി.ജെ.പി. നേതൃത്വം വിലയിരുത്തുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വോട്ട് ചോർച്ചയുമായി ബന്ധപ്പെട്ടാണ്. ബി.ജെ.പി. എല്ലാ തെരഞ്ഞെടുപ്പ് കാലത്തും ഏറെ പഴി കേൾക്കുന്ന വിഷയമാണ് വോട്ട് മറച്ചു കൊടുത്തു എന്നതടക്കമുള്ള ആരോപണങ്ങൾ. ഇത്തവണയും ബി.ജെ.പി. സംസ്ഥാന നേതൃത്വത്തിന് അതിൽ നിന്ന് മുക്തി നേടാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. ബി.ജെ.പി. തന്നെ വിലയിരുത്തുന്നത് ഇങ്ങനെയാണ്: ശബരിമല അടക്കമുള്ള വിഷയങ്ങളിലൂടെ മുന്നോക്ക വോട്ടുകൾ LDFന് എതിരായി കൊണ്ടുവരാൻ കഴിഞ്ഞു. എന്നാൽ ബി.ജെ.പിക്ക് ത്രികോണ മത്സരം സൃഷ്ടിക്കാൻ കഴിയാതെ പോയ മണ്ഡലങ്ങളിൽ എല്ലാം തന്നെ ആ വോട്ടുകൾ ബി.ജെ.പിയിലേക്ക് വരികയും ബി.ജെ.പിയുടെ വോട്ട് ശതമാനം കൂടുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാക്കിയിട്ടില്ല. ആ വോട്ടുകൾ ചോർന്നു പോയിരിക്കുന്നു എന്നുള്ളതാണ്. ഒപ്പം പരമ്പരാഗതമായ ചില വോട്ടുകളും ശബരിമല വിഷയത്തിലെ LDF സർക്കാരിൻ്റെ നിലപാടിനോടുള്ള എതിർപ്പ് മൂലം അതും ചോരാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ കോൺഗ്രസിന് വോട്ട് നൽകരുത് എന്ന നിലയിൽ ഏറ്റവും അവസാന നിമിഷങ്ങളിൽ RSS കേന്ദ്രങ്ങൾ ചില ക്യാമ്പയിനുകൾ ഉള്ളിലൂടെ ആരംഭിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ പൂർണ്ണമായും ഈ വോട്ടുകൾ എങ്ങോട്ടാണ് ചോർന്നതെന്ന കാര്യത്തിൽ ഒരു വ്യക്തമായ പ്രാഥമികമായ വിശകലനത്തിലേക്ക് എത്താനും ബി.ജെ.പി. നേതൃത്വത്തിന് കഴിഞ്ഞിട്ടില്ല. ബി.ജെ.പി. തെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷം അഭിമുഖീകരിക്കാൻ പോകുന്ന ഈ 2 സുപ്രധാന പ്രശ്നങ്ങളായിരിക്കും എന്നാണ് നേതൃത്വം ഇപ്പോൾ കണക്കുകൂട്ടുന്നത്. വിനീഷ്.